അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ മാ ബഅദ്. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തഖ്ലീദ് ശഖ്സി ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ മാത്രം തഖ്ലീദ് ചെയ്യുക, മുഅയ്യനായ മുതഅയ്യനായ ഒരു വ്യക്തിയെ മാത്രം തഖ്ലീദ് ചെയ്യുക. വർത്തമാന കാലഘട്ടത്തിൽ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവറുകളെയും ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവറുകളെയും ഒക്കെ പറ്റുന്നത് പോലെ എത്രയോ തെളിവുകൾ അതിനുവേണ്ടി പറയാൻ സാധിക്കും. ബുഖാരി ഷരീഫ് 1-ാം ഭാഗം 237-ാമത്തെ പേജ് കിതാബുൽ ഹജ്ജ്. ആ കിതാബുൽ ഹജ്ജിൽ ബാബുനിദ ഹാലത്തിൽ മർഅത്തു ബാദമ അഫാലത്ത്, ഇഫാലത്തിൻ്റെ തവാഫ് ചെയ്ത ശേഷം ഒരു പെണ്ണ് ഹൈലുകാരിയായാൽ എന്നൊരു പാഠമുണ്ട്. ഇഫാലയുടെ തവാഫ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഫർലായ തവാഫ് സിയാറത്തെന്നും തവാഫുൽ ഹജ്ജ് എന്നൊക്കെ അതിനെ വിളിക്കും. ആ തവാഫ് ചെയ്ത ശേഷം ഒരു പെണ്ണ് ഋതുമതിക്കാരിയായി, അവൾക്ക് ഹൈലുകാരിയായി. ഇപ്പോൾ അവൾ അവിടെ തങ്ങി ആ ഹൈല് മാറിയ ശേഷം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതല്ലേ, വദാഇൻ്റെ തവാഫും കൂടെ ചെയ്ത ശേഷം പുറപ്പെടണമോ, അതല്ല അവൾക്ക് വദാഇൻ്റെ തവാഫ് ചെയ്യാതെ തന്നെ പുറപ്പെടാമോ? ഇതാണ് അവിടെ പറയുന്ന മസ്അല. അപ്പം അതിൻ്റെ ചുവട്ടിൽ ഇക്രിമ റളിയല്ലാഹു അൻഹു അവറുകളിൽ നിന്ന് വരുന്ന ഒരു റിവായത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ റിവായത്ത് ഇപ്രകാരമാണ്, ഞാൻ വായിക്കാം. ഇന്ന അഹ്ലൽ മദീനത്തി സഅലു ഇബ്ന അബ്ബാസിൻ റളിയല്ലാഹു അൻഹു അൻ ഇംറഅത്തിൻ ത്വാഫത സുമ്മ ഹാലത്ത് ഖാല ലഹും തൻഫിർ ഖാലു ലാ നഅഖുദു ബിഖൗലിക് വനദഅ ഖൗല സയ്യിദിൻ റളിയല്ലാഹു അൻഹു. ഇതാണ് റിവായത്ത്. ഇതേ റിവായത്ത് അബ്ദുൽ വഹാബ് സഖഫി റഹ്മഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മുഅ്ജമ ഇസ്മായിൽ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് വരുന്നുണ്ട്. അവിടെ ഈ റിവായത്ത് ഇപ്രകാരമാണ് വരുന്നത്: ലാ നുബാലി അഫ്തൈതന ഔ ലം തുഫ്തിന സയ്യിദ് ഇബ്നു സാബിത്ത് യഖൂലു ലാ തൻഫിർ. മുസ്നദ് അബൂ ദാവൂദ് തയാലിസിയുണ്ട്, അവിടെയും ഈ റിവായത്ത് വരുന്നുണ്ട്. അവിടെ ഈ റിവായത്ത് വരുന്നത് ലാ നുതാബിയുക ഇബ്ന അബ്ബാസിൻ വ അൻത തുഖാലിഫു സയ്യിദൻ എന്നാണ് വരുന്നത്. എല്ലാത്തിൻ്റെ അർത്ഥം വയ്ക്കാം. എന്താണ് പറഞ്ഞത്? അഹ്ലുൽ മദീനക്കാർ, മദീന നിവാസികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, അൻ ഇംറഅത്തിൻ തവാഫത്ത്, ഹജ്ജിൻ്റെ ഫർലായ തവാഫ് ഒരു പെണ്ണ് ചെയ്തു. സുമ്മ ഹാലത്ത്, പിന്നീട് അവൾ ഹൈലുകാരിയായി. കാല, എന്ത് ചെയ്യണം ആ പെണ്ണ് ശുദ്ധിയാകി വദാഇൻ്റെ തവാഫ് ചെയ്തിട്ട് പുറത്തു പോകാവോ, അതല്ല വദാഇൻ്റെ തവാഫ് ചെയ്യാതെ പുറത്തു പോകാവോ എന്ന് ചോദിച്ചു. കാല ലഹും, അവരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൻഫിർ, ആ പെണ്ണ് പോക്കോട്ടെ എന്ന് പറഞ്ഞു. വദാഇൻ്റെ തവാഫിന് വേണ്ടി നിൽക്കണ്ട, ആ പെണ്ണിന് എന്ത് ചെയ്യാം, അവരുടെ നാട്ടിലേക്ക് അവരുടെ ആവശ്യത്തിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞു. കാലു, അപ്പം മദീന നിവാസികൾ പറഞ്ഞു, ലാ നഅഖുദു ബിഖൗലിക്, നിങ്ങളുടെ വാക്ക് നമ്മൾ എടുക്കില്ല. റഈസുൽ മുഫസ്സിരിനാണ്. അള്ളാഹു റസൂൽ തലയിൽ കൈ വെച്ച് അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, പഠിച്ചവനെ ഖുർആനെ കുറിച്ചുള്ള ഇൽമ് ഇദ്ദേഹത്തെ നീ പഠിപ്പിക്കണമേ എന്ന് ദുആ ചെയ്ത മഹാവ്യക്തിത്വമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് മദീന നിവാസികളെ പറയുന്നേ, ലാ നഅഖുദു ബിഖൗലിക്, നിങ്ങളുടെ വാക്ക് നമ്മൾ എടുക്കില്ല. വനദഅ ഖൗല സയ്യിദിൻ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവരുടെ വാക്ക് നമ്മൾ വിട്ടുകളയും ചെയ്യുക, അത് നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. മുഅ്ജമ ഇസ്മായിലിൽ വരുന്നത് എങ്ങനെയാണ്? ലാ നുബാലി അഫ്തൈതന ഔ ലം തുഫ്തിന, നിങ്ങൾ നമുക്ക് ഫതവ തന്നാലും കൊള്ളാം തന്നില്ലെങ്കിലും കൊള്ളാം, നമ്മൾ നിങ്ങളുടെ വാക്കിനെ പരിഗണിക്കുന്നേയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുക. സയ്യിദ് ഇബ്നു സാബിത്തിനെ യഖൂലു ലാ തൻഫിർ, സയ്യിദ് ഇബ്നു സാബിത്ത് പറയുന്നത് വദാഇൻ്റെ തവാഫ് കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഫതവ വന്നാലും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുന്ന പരിപാടിയില്ല. ഞങ്ങൾ പിൻപറ്റുന്നത്, ഞങ്ങൾ ഫതവ ചോദിക്കുന്നത്, ഞങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ തഖ്ലീദ് ചെയ്യുന്നത്, അത് തഖ്ലീദ് ശഖ്സിയായ നിലയിൽ കൂടെ തഖ്ലീദ് ശഖ്സിയാണ്. അത് ഞങ്ങൾ പിൻപറ്റുന്നത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവറുകളെയാണ്. മുസ്നദ് അബൂ ദാവൂദ് തയാലിസിയുണ്ട്, സിഹാഹിൻ്റെ കിതാബല്ല കേട്ടോ. സിഹാഹിലെ ഒരു അബൂ ദാവൂദ് ഉണ്ട്, അത് സിജിസ്താനിയ, ഇത് തയാലിസിയ. അതിൽ പറയുന്നത് ലാ നുതാബിക ഇബ്നു അബ്ബാസ്, നിങ്ങളെ ഞങ്ങൾ തുടരൂല എന്നാ, തഖ്ലീദ് ചെയ്യൂല എന്നാ. വഅന്ത തുഖാലിഫു സയ്യിദൻ, കാരണം സയ്യിദ് ഇബ്നു സാബിത്തിന് എതിരാണ് നിങ്ങൾ പറയുന്നത്,
ഞങ്ങൾ നിങ്ങളെ പിൻപറ്റൂല എന്ന്. ഇത് എത്ര വ്യക്തമാണ്. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തഖ്രീദ് ഷഖ്സി ഉണ്ടായിരുന്നു എന്നതിന് ബുഖാരി ഷരീഫിൻ്റെ ഈ റിവായത്ത് എത്ര ശക്തമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ പിന്നീട് എന്താണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, അവർക്ക് സംഭവിച്ച സംഭവം, ആ കാര്യം ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ അവർക്ക് സംഭവിച്ചു. അവർ ഹൈലുകാരിയായിരുന്നു. അവർ പുറപ്പെട്ട സംഭവം തവാഫുൽ സിയാറത്ത് കഴിഞ്ഞ് തവാഫുൽ ഹജ്ജ് തവാഫുൽ ഫർള് കഴിഞ്ഞ ശേഷം അവർ ഹൈലുകാരിയായി. അവരോട് നബി തങ്ങൾ പുറപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ ആ സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ആ ഹദീസ് കൃത്യമാണെന്ന് ബോധ്യപ്പെടുകയും ആ അഭിപ്രായത്തിൽ നിന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവർ മടങ്ങിയതായിട്ടും മുസ്ലിം ഷരീഫിൽ വരുന്നുണ്ട്. അപ്രകാരം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു അവരുടെ ആ റിവായത്തും മുസ്നദ് അബി ദാവൂദ് തയാരീസിയിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ നാം ഇവിടെ പറഞ്ഞത് എന്തിനാണ്? സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ തഖ്രീദ് ഷഖ്സി ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്ത മസ്അല, അതിന് ഹദീസിൽ എന്താണോ ഉള്ളത് അതിന് വിരുദ്ധമായ അഭിപ്രായമാണല്ലോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ഹദീസ് കിട്ടിയിരുന്നില്ല. അദ്ദേഹം അതിന് വിരുദ്ധമായി ഉള്ള അഭിപ്രായം പ്രകടിപ്പിച്ചത് അത് അദ്ദേഹത്തിന് ഇജ്തിഹാദ് മുഖേനയാണ്. ആ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആണ് മദീന നിവാസികൾ പിൻപറ്റിയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ വാക്ക് പോലും ഞങ്ങൾ തള്ളുമെന്ന് അവർ പറയുമ്പോൾ തഖ്രീദ് ഷഖ്സിയെ സഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതും മദീന നിവാസികൾ ഏകകണ്ഠമായിട്ട് പറയുന്നു എന്നാണ് ഇമാം ബുഖാരി പറയുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തഖ്രീദ് ഷഖ്സി ഉണ്ട്. തഖ്രീദ് ഷഖ്സിയുടെ രണ്ടാമത്തെ തെളിവ് ഇമാം ബുഖാരി റഹ്മഹുല്ലാ ബുഖാരി ഷരീഫിൻ്റെ രണ്ടാം ഭാഗം 997 പേജ് കിതാബുൽ ഫറാഇദ്, അതിൽ ബാബു മീറാസി ഇബ്നത്തി ഇബ്നിൻ മഅ ഇബ്നത്തിൻ മഅ ഇബ്നത്തിഹി എന്നൊരു പാഠം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാഠത്തിൻ്റെ ചുവട്ടിൽ ഹുദൈർ ഇബ്നു ശുർഹബിൽ റഹ്മഹുള്ളയുടെ ഹദീസാണ് കൊണ്ടുവരുന്നത്. അവിടെ കാണാം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അവர்களോട് ഒരു മസ്അല ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, നിങ്ങൾ ഈ മസ്അല അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവர்களോട് ചോദിക്കുക എന്നാണ്. അങ്ങനെ അവർ പോയി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവர்களോട് ചോദിച്ചപ്പോൾ ഏതൊരു മറുപടിയാണോ ഫത്വയാണോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അവർ കൊടുത്തിട്ടാണ് നിങ്ങളിതൊന്ന് ചോദിച്ചേരെ അബ്ദുല്ലാഹിബിൻ മസ്ഊദിന് റളിയല്ലാഹു അൻഹുവിനോടൊന്ന് പറഞ്ഞത്. ആ മസ്അലയുടെ നേരെ എതിരാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞത്. ഈ സംഭവം ആ ജനങ്ങൾ പോയി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? അദ്ദേഹം പറഞ്ഞ വാക്ക് ലാ തസ്അലൂനി മാദാമ ഹാദൽ ഹിബ്റു ഫീക്കും. ഈ വലിയ പണ്ഡിതൻ, ഈ അഗാധ ജ്ഞാനി നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളിടത്തോളം കാലഘട്ടം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എന്നാണ്. മുസ്നദ് അഹമ്മദിലും ഈ റിവായത്ത് വരുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം ലാ തസ്അലൂനി അൻ ഷൈഇൻ മാദാമ ഹാദൽ ഹിബ്റു ബൈന ലൗഹിക്കും എന്നുണ്ട്. ഇതിൻ്റെ പേരാണ് തഖ്ലീദ് ഷഖ്സി. ഒരു സഹാബി തന്നെ പറയുകയാണ്, അദ്ദേഹത്തെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർ ഹാക്കിമായി ഖാളിയായി നിശ്ചയിച്ചിട്ടുള്ള ആളാണ്. എന്നിട്ടും അദ്ദേഹം തന്നെ പറയുകയാണ്, നിങ്ങൾ ഒന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചേരേ എന്ന്. ഇതിൻ്റെ പേരാണ് തഖ്ലീദ് ഷഖ്സി എന്ന്. ഒരു കൃത്യമായ വ്യക്തിയെ
തഖ്ലീദ് ചെയ്യുക, പിൻപറ്റുക എന്ന് ആർക്കാണ് ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത്? സഹീഹായ റിവായത്താണ്. ഈ റിവായത്ത് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. തഖ്ലീദ് ഷഖ്സി സഹാബാക്കളുടെ കാലഘട്ടത്തിലേ ഉണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ്. ഇപ്രകാരം മറ്റൊരു തെളിവ് പറയാം. അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് തൻ്റെ സുനനിൽ, തുർമുദി റഹ്മഹുല്ലാഹ് തൻ്റെ സുനനിലും ഉദ്ധരിച്ച ഹദീസാണ്. മഷൂറായ എല്ലാ കിതാബുകളിലും ഈ ഹദീസ് കാണാം. മിഷ്കാത്തിലും ഈ ഹദീസ് വരുന്നുണ്ട്. സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവരുകളെ യമനിലേക്ക് അയക്കുകയാണ്. ഗവർണറായിട്ടാണ് അയച്ചത് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തെ അവിടുത്തെ ഖാളിയും മുഫ്തിയും കൂടി ആക്കിയിട്ടാണ് അവിടത്തേക്ക് നിയോഗിച്ചത്. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തോട് ഒരു മസ്അല അവിടുത്തുകാർ ചോദിച്ചു. സത്യത്തിൽ അവിടുത്തുകാർ എല്ലാ മസ്അലയ്ക്കും അനുഗമിച്ചത്, ചോദിച്ചത്, പിൻപറ്റിയത്, തഖ്ലീദ് ചെയ്തത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവർകളെയാണ്. ചില ആൾക്കാർ പറയാറുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവർകളെ ഗവർണറായിട്ട് മാത്രമാണ് അയച്ചത്, അവിടുത്തെ ഖാളി മുഫ്തിയൊന്നും മൂപ്പരായിരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ വാദം പോലും ശരിയല്ല, ഗലത്താണ്, തെറ്റാണ്. കാരണം ബുഖാരി റഹ്മഹുല്ലാഹ് ബുഖാരി ഷരീഫിൻ്റെ 2-ാം ഭാഗം 297-ാമത്തെ പേജിൽ ബുഖാരി റഹ്മഹുല്ലാഹ് തൻ്റെ സഹീഹുൽ ബുഖാരി 2-ാം ജുസ്ഇൽ 997-ാം പേജിൽ കിതാബുൽ ഫറായിദ്, ആ കിതാബുൽ ഫറായിദ് ബാബു മീറാസിൽ ബനാത്ത് എന്നൊരു പാഠം കൊണ്ടുവരുന്നുണ്ട്. ബാബു മീറാസിൽ ബനാത്ത്. അവിടെ അസ്വദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ റിവായത്തിൽ കാണാം അതാന മുആദ് ബിൻ ജബലിൻ ബിൽ യമൻ, യമനിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കൽ ഞങ്ങൾ പോയി. അതാന മുആദ് ബിൻ ജബലിൻ ബിൽ യമൻ, യമനിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവർ ഞങ്ങളുടെ അടുക്കൽ വന്നു. മുഅല്ലിമൻ, ദീൻ പഠിപ്പിക്കുന്നയാളായിട്ട്, വ അമീറൻ, അമീറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസഅൽനാഹു അൻ റജുലിൻ തുവഫിയ, മരണപ്പെട്ടു പോയ ഒരാളെ സംബന്ധിച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് മസ്അല ചോദിച്ചു. വ തറക ഇബ്നതഹു വ ഉഖ്തഹു, അദ്ദേഹം മരണപ്പെടുമ്പോൾ 2 വാരിസുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്നൊരു മകളാണ്, മറ്റൊന്നൊരു സഹോദരിയാണ്. ആ നിലയിൽ ഒരാൾ മരണപ്പെട്ടു പോയി. അയാളുടെ മീറാസ്, വറാസത്ത് എങ്ങനെയാണ് വീതിക്കേണ്ടതെന്നുള്ള മസ്അല ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅഅതൽ ഇബ്നത അൻ-നിസ്ഫ വൽ ഉഖ്ത അൻ-നിസ്ഫ, പകുതി മകൾക്ക് കൊടുക്കണം, ബാക്കി പകുതി സഹോദരിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഉണ്ടോ? ഒരു ദലീലും ചോദിച്ചില്ല ഇവിടെ. ഇതിനെന്താ തെളിവ്? ഖുർആനിലെന്താ ഉള്ളത്? ഹദീസിലെന്താ ഉള്ളത്? ഹദീസുണ്ടോ? സഹീഹായ ഹദീസുണ്ടോ? ഒന്നും ചോദിച്ചില്ല. ആ നാട്ടുകാർ അവരുടെ മുഴുവൻ വിഷയങ്ങളിലും മിൻ ഗൈരി മുത്താലബത്തി ദലീൽ, ഒരു തെളിവും ചോദിക്കാതെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ തഖ്ലീദ് ചെയ്തത്, അവർ പിൻപറ്റിയത്, അവരനുസരിച്ചത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അവர்களെയാണെന്ന് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. ഇതിൻ്റെ പേരാണ് തഖ്ലീദ് ഷഖ്സി എന്ന് വിളിക്കപ്പെടുന്നത്. സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ 2 തരം തഖ്ലീദും ഉണ്ടായിരുന്നു. തഖ്ലീദ് ഷഖ്സിയും ഉണ്ടായിരുന്നു, അപ്രകാരം തഖ്ലീദ് മുത്തലഖും ഉണ്ടായിരുന്നു. തഖ്ലീദ് മുത്തലഖിനെയും തഖ്ലീദ് ഷഖ്സിയെയും ഒരു മടിയുമില്ലാതെ ആ കാലഘട്ടത്തിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഖുർബു അഹ്ദ് റിസാലത്തിൻ്റെ കാലഘട്ടമായി അടുത്തു നിൽക്കുന്നത് കൊണ്ടും സഹാബാക്കൾ വലിയ ഒരു വിഭാഗം മുഫ്തിമാരും ഖാളിമാരും ഒക്കെ ആയതുകൊണ്ടും ഫിത്നയുടെയോ ഫസാദിൻ്റെയോ കുഴപ്പങ്ങളുടെയോ ഒന്നും
ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. സഹാബത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴുണ്ടായ പലതരം അവസ്ഥകളെ പരിഗണിച്ചപ്പോൾ ഉലമാക്കളിൽ വലിയൊരു വിഭാഗം തഖ്ലീദ് മുത്ലഖിൻ്റെ കാലഘട്ടമല്ല, ഇപ്പോൾ തഖ്ലീദ് ഷഖ്സിയുടെ കാലഘട്ടമാണ് എന്ന് പറയുകയും തഖ്ലീദ് ഷഖ്സിയെ നിർബന്ധമാക്കുകയും ചെയ്തു. തഖ്ലീദ് ഷഖ്സിയെ മുറുകെ പിടിക്കണമെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. ഇതിന് ചില കാരണങ്ങളുണ്ട്. തഖ്ലീദ് മുത്ലഖ് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ ദിയാനത്തും ദീനും കുറഞ്ഞു പോയ ഈ കാലഘട്ടം, ദീൻ കൃത്യമായി മനസ്സിലാക്കി അമൽ ചെയ്യുന്ന വിഷയത്തിൽ ക്ഷമ കാണിക്കാത്ത കാലഘട്ടം, നഫ്സാനിയത്തിനോട് കൂടുതൽ ചാഞ്ഞു നിൽക്കുകയും എളുപ്പങ്ങൾ നോക്കി ആ എളുപ്പങ്ങൾ മാത്രം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. നമ്മൾ ശരീഅത്തിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് ഫുഖഹാക്കളുടെ, ഉലമാക്കളുടെ, മുഹദ്ദിസീങ്ങളുടെയും മുഫസ്സിരീങ്ങളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ പരിധി നോക്കിയാൽ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ ശാരീരിക ഇച്ഛകളെ പിൻപറ്റുന്നവർ, ദീനിനോട് വലിയ പ്രാമുഖ്യം കൊടുക്കാത്തവർ അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളെ തേടി നടക്കും. അവരുടെ ശാരീരിക ഇച്ഛകളെ പിൻപറ്റുന്ന കാരണം കൊണ്ട് ഇപ്രകാരം ഒറ്റപ്പെട്ട കാര്യങ്ങളെ നോക്കി നടക്കും. എന്നിട്ട് ജീവിതത്തിൽ അത് പകർത്തും. അത് മുഖേന ഉണ്ടാകുന്ന അപകടങ്ങൾ, ദീനി രംഗത്തുണ്ടാകുന്ന അപകടങ്ങൾ, ഒരു മനുഷ്യൻ ദീനനുസരിച്ച് ജീവിക്കുന്നവനായി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല തൻ്റെ ഫതാവയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഫുഖഹാക്കളുടെ, ഉലമാക്കളുടെ, മുഹദ്ദിസീങ്ങളുടെ, വ്യത്യസ്തമായ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടിപ്പോകുന്നവർ അവസാനം അവർ ചെന്ന് ചേരുന്നത് അവരുടെ നഫ്സിനും അവരുടെ ഷഹ്വത്തിനും ശാരീരിക ഇച്ഛകൾക്കും ഇഷ്ടപ്പെടുന്ന അഭിപ്രായത്തിലേക്കായിരിക്കും. അത് ദീനിൽ സുബാത്തും ദീനിൽ ഉയർന്ന അവസ്ഥയും ഉണ്ടാകാതിരിക്കാൻ വഴിപിഴച്ചു പോകാനുള്ള കാരണമാണെന്ന് ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല തൻ്റെ ഫതാവയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആകയാൽ തഖ്ലീദ് മുത്ലഖിനെ മഹാന്മാർ തടയുന്നതിനും ദീൻ കുറഞ്ഞ കാലഘട്ടത്തിൽ നഫ്സാനിയത്തിനെ ഇത്തിബാ ചെയ്യുന്ന സ്വഭാവം കൂടുതലായതുകൊണ്ട് അതിനൊരു കാരണമായി കാണുകയാണ് ചെയ്തത്. ജംഹൂറുൽ മുജ്തഹിദീൻ, അക്സറുൽ മുജ്തഹിദീൻ ഏതൊരു മസ്അലയാണോ ഫതവയായി നൽകിയിട്ടുള്ളത് ആ മസ്അലയ്ക്ക് എതിരിൽ ഒറ്റപ്പെട്ട ഫതവകൾ കൊടുത്ത മഹാന്മാരുണ്ട്. അതിന് ചില കാര്യകാരണങ്ങളും കാണാം. ആ അഭിപ്രായങ്ങളെ ചില ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും നഫ്സിൻ്റെ ഷഹ്വാനിയത്തുകളെ പിൻപറ്റുന്നവർ അങ്ങനെയുള്ള അഭിപ്രായങ്ങളെ തേടിപ്പോകും. അത് കേവലം അവരുടെ ദീനിൽ വലിയ പരീക്ഷണത്തിൽ അകപ്പെടാൻ കാരണമായിട്ട് മാറും. ചില മഹാന്മാർക്കുള്ള ഒറ്റപ്പെട്ട മസ്അലകളിൽ ചില കാര്യങ്ങൾ പറയാം. ഉദാഹരണമായിട്ട് ചെസ്സ് കളി ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജായിസാണ്. അതേപോലെ അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ജഅഫർ റഹ്മഹുല്ല, അദ്ദേഹം പറയുന്നത് മ്യൂസിക് ജായിസാണെന്ന. അതേപോലെ ഖാസിം ഇബ്നു മുഹമ്മദ് റഹ്മഹുല്ല പറയുന്നത് തസ്വീർ, നിഴലില്ലാത്ത ഫോട്ടോ എടുക്കൽ ജായിസാണെന്ന. അതുപോലെ മാലിക്കി മദ്ഹബിലെ ഇമാം സഹനൂനുണ്ട്, അദ്ദേഹം പറയുന്നത് ഭാര്യയുമായി പിൻദ്വാര ബന്ധത്തിലേർപ്പെടാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇമാം അഅ്മശ് റഹ്മഹുല്ല പറയുന്നത് നോമ്പ് ആരംഭിക്കുന്നത് തുലൂഉ ശംസ് മുതലാണ്, അതല്ലാതെ ഫജ്ർ സ്വാദിഖ് മുതലല്ല എന്നാണ്. അപ്രകാരം ഇബ്നു ഹസം ലാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക്, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ഒക്കെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. പല മഹാന്മാരെയും ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല പോലുള്ള മഹാന്മാരെ അവരുടെ ഹദീസുകളിലുള്ള ഒറ്റപ്പെട്ട ഇജ്തിഹാദുകളെ, എന്നുവെച്ചാൽ ഹദീസുകൾ ഇജ്തിഹാദ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്, അത് ഒറ്റപ്പെട്ടതാണ്.
തഫ്റുദാത്തുകളാണ്, ഒറ്റപ്പെട്ടു പോയതാണ്. ആ ഒറ്റപ്പെട്ട അഭിപ്രായത്തിൻ്റെ പേരിലാണ് ഇബ്നു തൈമിയ റഹ്മഹുല്ല ഷെയ്ഖുൽ ഇസ്ലാമിനെ ഇന്ന് പലരും കുറ്റപ്പെടുത്തുന്നതും പലരും അവഹേളിക്കുന്നതും പലരും അദ്ദേഹത്തെ കഠിനമായ ഭാഷയിൽ കുറ്റം പറയുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട പല അഭിപ്രായങ്ങളുമുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ തൻ്റെ ഇച്ഛകൾക്ക് അടിസ്ഥാനപ്പെട്ട് ഷഹ്വത്തുകൾക്ക് അടിസ്ഥാനപ്പെട്ട് ഇങ്ങനെ ഒരു പോക്ക് പോകും. അത് ദീനിൽ വലിയ അപകടമായിട്ട് മാറും. അത്വാ ബിൻ അബി റബാഹ് റഹ്മഹുല്ല പറയുന്നത്, പെരുന്നാളും ജുമയും ഒരുമിച്ച് കൂടിയ ഏതെങ്കിലും ഒന്ന് മതി. പെരുന്നാൾ നിസ്കരിച്ചാൽ മതി, ജുമ വേണ്ട, ളുഹ്ർ നിസ്കരിക്കാം, അഭിപ്രായമുണ്ട്. ഇതേപോലെ ഒറ്റപ്പെട്ട എത്രയോ അഭിപ്രായം പറയാൻ പറ്റുമെന്നറിയാവോ? പല അഭിപ്രായങ്ങളും കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും, ചിലതിൽ നമുക്ക് ചിരി വരും, ചിലതിൽ മസാല ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് തോന്നും. വിശദമായി ഈ രംഗത്ത് ഒരു വിവരണത്തിന് ഇപ്പം ഞാൻ തയ്യാറാകുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ ഇതൊക്കെ മതി. അപ്പോൾ തഖ്ലീദ് മുത്തലക്ക് അംഗീകരിച്ചു കൊടുത്താലുള്ള അപകടം ഇതാണ്. ദീനും ദിയാനത്തും കുറഞ്ഞു പോയി ഷഹ്വാത്ത് നഫ്സാനിയത്തിനെ പിൻപറ്റുന്നു എന്നുള്ളതാണ് മഹാന്മാർ തഖ്ലീദ് മുത്തലക്ക് ഈ കാലഘട്ടത്തിലില്ല, തഖ്ലീദ് ഷഖ്സിയാണ് വേണ്ടത് എന്ന് പറയാനുള്ള കാരണം. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഹാഫിള് ഇബ്നു ഹജർ റഹ്മഹുല്ല തൻ്റെ തൽഖീസുൽ ഹബീറിൽ ഇപ്രകാരം മഅമർ റഹ്മഹുല്ലയിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, ലൗ അന്ന റജുലൻ അഖദ ബി ഖൗലി അഹ്ലിൽ മദീന, ഒരാൾ മദീന നിവാസികളുടെ അഭിപ്രായമാണ് എടുക്കുന്നത്, ഫി ഇസ്തിമാഇൽ ഗിനായി, മ്യൂസിക് കേൾക്കുന്നതിൽ, വൈത്തിയാൻ നിസായി ഫി അദ്ബാരിഹിൻ, സ്ത്രീകളുമായി ദുബറിൽ കൂടെയുള്ള ബന്ധം ജായിസ് ആണ് എന്ന വിഷയത്തിലൊക്കെ എടുക്കുന്നതെങ്കിൽ, അതുപോലെ വബി ഖൗലി അഹ്ലിൽ മദീന മക്കാനിവാസികളുടെ വാക്കാണ് എടുക്കുന്നതെങ്കിൽ ഫിൽ മുത്താഅത്തിൻ്റെ നിക്കാഹിലും അതേപോലെ നാണയ കച്ചവടങ്ങളിലും എടുക്കുന്നതെങ്കിൽ, വബി ഖൗലിൻ ഫിൽ മുസ്കരി, അപ്രകാരം ലഹരി പദാർത്ഥങ്ങളിലുമൊക്കെ മക്കാനിവാസികളുടെ അഭിപ്രായമാണ് എടുക്കുന്നതെങ്കിൽ കാന ഷർറലിച്ചാൽ അദ്ദേഹം മനുഷ്യരിലെ ഏറ്റവും വൃത്തികെട്ടവനായിട്ട് മാറുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായ പലരുടെ അഭിപ്രായങ്ങൾ എടുത്താൽ ഉണ്ടാകുന്ന അപകടമാണിത്. അതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയത് ചില മഹാന്മാർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, ഈ മൻ അഖദ ബി നവാദിറിൽ ഉലമാക്കളുടെ നാദിറായ അഭിപ്രായങ്ങളുണ്ടല്ലോ, ജമൂറിൽ നിന്നും ഒറ്റപ്പെട്ട തഫ്റാത്തുകൾ, അങ്ങനെയുള്ള അഭിപ്രായം ആരെങ്കിലുമൊക്കെ എടുത്താൽ ഖറജ ബിൽ ഇസ്ലാം, ഇസ്ലാമിന് തന്നെ പുറത്തു പോകുന്നതാണ് എഴുതിയിട്ടുള്ളത്. ആയതുകൊണ്ട് നവാദിറുകളുടെ പുറകിൽ നോക്കി പോകുന്ന അവസ്ഥയുണ്ടാകും. അത് ദീനിയായ എല്ലാത്തരം നന്മകളും നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിട്ട് മാറും എന്ന് ധാരാളം മശായിഖന്മാരും ഉലമാക്കളും മുഹദ്ദിസീങ്ങളും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇക്കാരണം കൊണ്ട് അഖീദയുടെ കിതാബുകളിലും അതുപോലെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും മറ്റുള്ള കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തഖ്ലീദ് ഷഖ്സി മാത്രമേ പാടുള്ളൂ, തഖ്ലീദ് മുത്തലക്ക് പാടില്ല എന്നെഴുതിയിട്ടുണ്ട്. ഹിജ്റ 400 ശേഷം തഖ്ലീദ് മുത്തലക്ക് പറ്റില്ല, തഖ്ലീദ് ഷഖ്സിയെ പറ്റുകയുള്ളൂ എന്നും ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മഹുല്ല തൻ്റെ ഹുജ്ജത്തുൽ ബാലിഗിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വകാന ഹാദാ ഹുവൽ വാജിബ് ഫി ദാലിക സമാൻ, ഈ കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടുള്ളത് തഖ്ലീദ് ഷഖ്സിയാണ്, തഖ്ലീദ് മുത്തലക്കല്ല എന്നെഴുതിയിട്ടുണ്ട്. അതേപോലെ അഖീദയുടെ പല കിതാബുകളിലും കാണാം, 4 മദ്ഹബ്, ക്രോഡീകരിക്കപ്പെട്ട 4 മദ്ഹബ് അനുസരിച്ച് ജീവിക്കൽ നിർബന്ധമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും. എന്താണ് ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുൽ ഖുറൂനി കർണി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണെന്നും പിന്നീട് അതിനോട് അടുത്ത നൂറ്റാണ്ടാണ് എന്നും പിന്നീട് അതിൻ്റെ അടുത്ത നൂറ്റാണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് അള്ളാഹുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ആ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം
അത് പിന്നീട് എങ്ങനെ വാജിബ് ആണെന്നും അല്ലെങ്കിൽ വാജിബല്ല എന്നും പറയും എന്നൊരു ചോദ്യം ഇവിടെ ഉടലെടുക്കാം. അതിനെ സംബന്ധിച്ച് കിതാബുൽ ഇൻസാഫ് ഫി ബയാനി സബബിൽ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ഷാ അലിയുല്ലാഹി ദഹ്ലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കിതാബാണ്. ചെറിയൊരു കിതാബാണ്. മദാഹിബുകളിലുണ്ടായ ഇഖ്തിലാഫുകളുടെ കാരണം വ്യക്തമാക്കുന്ന ഒരു കിതാബാണ്. ആ കിതാബിൽ അദ്ദേഹം പറയുന്നത് വാജിബുകൾ 2 തരമുണ്ടെന്നാണ്. ഒന്ന് ലി ഐനിഹി വാജിബും, മറ്റൊന്ന് ലി ഗൈരിഹി വാജിബും. ഒന്ന് ബിദ്ദാത്ത് വാജിബ് തന്നെയാണ്, മറ്റൊന്ന് മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ ഒരു കാര്യത്തെ വാജിബാക്കല. ഇങ്ങനെ വാജിബ് 2 തരമുണ്ട്. ബിദ്ദാത്ത് വാജിബ് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഏതൊക്കെ ദാത്തൻ തന്നെ നിർബന്ധപരമായ കാര്യമാണ്, അത് പ്രവർത്തിച്ചേ പറ്റുള്ളൂ, അതിൽ വിട്ടുവീഴ്ച പാടില്ല, അതിൽ അമാന്തം പാടില്ല എന്ന് ഏതൊക്കെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയോ ആ കാര്യങ്ങൾ വാജിബ് തന്നെയാണ്. എന്നാൽ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഹദീസുകൾ എഴുതിയെടുക്കുക സഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ അവരുടെ കാലഘട്ടത്തിൽ ഹദീസുകളെ കാണാതെ പഠിക്കലാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഹദീസുകളെ സംരക്ഷിക്കാൻ അവരുടെ കാലഘട്ടത്തിൽ 3 വഴികളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 വഴികൾ, ഒന്ന് ഹിഫാദത്തും മറ്റൊന്ന് കിതാബത്തുമാണ്. കിതാബത്ത് വളരെ ചുരുക്കമായിരുന്നു, ഹിഫാദത്ത് വാജിബായിരുന്നു. കാലഘട്ടങ്ങൾ കുറച്ച് പിന്നിട്ടു, ഹാഫിളക്കുവ കുറഞ്ഞു വന്നു, ഹദീസുകളെ സംരക്ഷിക്കപ്പെടുന്നതിൽ ശ്രദ്ധകൾ കുറഞ്ഞു വന്നു, ഓർമ്മശക്തികൾ കുറഞ്ഞു വരുന്നു. ഇക്കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു മഹാന്മാർ? അവർ ഹദീസുകളെ രേഖപ്പെടുത്തി വെക്കുന്നതിലേക്ക്, എഴുതി വെക്കുന്നതിലേക്ക് തിരിഞ്ഞു. അതിന് നിർബന്ധമായിട്ട് കാണാൻ തുടങ്ങി. എന്ന് പറഞ്ഞതുപോലെ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ വാജിബായി കണ്ട ചില കാര്യങ്ങളുണ്ട്, അതിനോടൊപ്പം പ്രവർത്തിച്ച മറ്റു ചില കാര്യങ്ങളും കാണും. ആ മറ്റു ചില കാര്യങ്ങൾ സഹാബാക്കളുടെ കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ താബീങ്ങളുടെ കാലഘട്ടം കഴിയുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്കും സ്വഭാവത്തിലേക്കും ആ കാലഘട്ടത്തിലെ ജനങ്ങൾ മാറുമ്പോൾ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത് വാജിബായിരുന്നില്ലായിരിക്കാം. ചിലപ്പോൾ ആ കാര്യം വാജിബായിരുന്നിരിക്കാം, ചിലപ്പോൾ വാജിബല്ലാതിരുന്നിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെ ആ കാലഘട്ടത്തിൻ്റെ ജനങ്ങളുടെ അവസ്ഥയെ പരിഗണിച്ചിട്ട് വാജിബാക്കി നിശ്ചയിക്കേണ്ടി വരും. ഇതിനെയാണ് വാജിബുൽ ഗൈരിഹി എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് ദീനിലുള്ളതാണ്, ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്. ജനങ്ങൾ ദീൻ വിട്ട് വഴിപിഴച്ച് പോകാതിരിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ ചെയ്തു വയ്ക്കുന്ന കാര്യമാണ്. ആ നിലയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ മുത്തലക്കായ തഖ്ലീദും ഷഖ്സിയായ തഖ്ലീദും 2 സഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ സഹാബാക്കളുടെ കാലഘട്ടത്തിന് ശേഷം, താബികളുടെ കാലഘട്ടത്തിന് ശേഷം ജനങ്ങളിൽ ഉമ്മത്തിലുണ്ടാകുന്ന ദീനീയായ മൂല്യചോർച്ചയിലും മൂല്യശോഷണത്തിലും നാം പെട്ടു നോക്കുമ്പോൾ, അത് കണ്ടു നോക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കി നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താക്കേണ്ടി വരും? തഖ്ലീദ് ഷഖ്സി പോലുള്ള കാര്യങ്ങളെ വാജിബാന്ന് പറയേണ്ടി വരും. അക്കാരണം കൊണ്ടാണ് ഉലമാക്കൾ, ഫുഖഹാക്കളൊക്കെ തഖ്ലീദ് ഷഖ്സി വാജിബാണ്, അഖീദയുടെ കിതാബുകളിലും തഖ്ലീദ് ഷഖ്സി വാജിബാണെന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ഖുർആൻ ആദ്യ കാലഘട്ടത്തിൽ ഏത് റസ്മിലും ഏത് റസ്മുൽ ഖത്തിലും എഴുതാമായിരുന്നു. പിന്നീട് ആ എഴുതുന്നതിൽ പലതരം വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും വരുമ്പോൾ ഖുർആനിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമായിട്ട് മാറും. കാരണം ജനങ്ങൾക്ക് റസ്മുൽ ഖത്തുകളോടുള്ള അറിവുകൾ കുറഞ്ഞു വരികയാണ്. അതേപോലെ റസ്മുൽ ഖത്തിൽ ഓരോ നാടിൻ്റെ ശൈലിയും അല്ലെങ്കിൽ റസ്മുൽ ഖത്തിൻ്റെ ഓരോ രീതികളെ സംബന്ധിച്ചും അറിവില്ലാതെ വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർ തീരുമാനമെടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ ഏത് ഖത്തിലാണോ ഖുർആൻ തർത്തീബാക്കിയത്, തയ്യാറാക്കിയത്, അതേ ഖത്തിലിനെ എഴുതണം, അഥവാ ഖത്ത് ഉസ്മാനിയിൽ എഴുതണം എന്ന് തീരുമാനമെടുത്തു. അത് വാജിബാക്കി. അതല്ലാത്തതൊക്കെ എന്താണ്? അതല്ലാത്ത റസ്മുകളിൽ എഴുതൽ ജായിസ് അല്ല എന്ന് തീരുമാനമെടുത്തു. എന്തിനാ?
ഖുർആൻ കൃത്യമായി സൂക്ഷ്മതയോടെ നിലകൊള്ളാൻ വേണ്ടിയാണ്. അതിൻ്റെ അകത്ത് തെറ്റിദ്ധാരണകളും അനാവശ്യ കൈകടത്തലുകളും അതേപോലെ ചില ഹത്തുകളിൽ ഖുർആൻ എഴുതിയാൽ ആ ഹത്തുകൾ എല്ലാവർക്കും കൃത്യമായിട്ട് വായിക്കാൻ പറ്റണമെന്നില്ല. ഖത്ത് ദീവാനി, ഖത്ത് കൂഫി, ഇങ്ങനെ പലതരം ഹത്തുകളുണ്ട്, വായിക്കാൻ പറ്റണമെന്നില്ല. ആയതുകൊണ്ട് ഖത്ത് ഉസ്മാൻ നിർബന്ധമാക്കി, വാജിബാക്കി. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നോ? ഇത് മാത്രമുള്ളായിരുന്നോ? വേറെ എത്രയോ ഖത്തുകളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ദീനിൽ ഉറച്ചു നിൽക്കാനും ദീനിയായ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് തഹാവുൻ, നിസ്സാരമായി ഗണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനും ഈ നിലയിൽ കൂടെ വാജിബുൽ ഗൈരിഹിയെ നിശ്ചയിക്കുന്ന സ്വഭാവം അത് ദീനിലുണ്ട്. അതിന് ശരീഅത്തിൽ ധാരാളം തെളിവുകളുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് തഖ്ലീദ് ഷഖ്സിയാണ് വേണ്ടത്. തഖ്ലീദ് മുത്ലഖ് പറ്റൂല ഈ കാലഘട്ടത്തിൽ, കാരണം അത് അപകടത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നു എന്ന് ഉലമാക്കളും അഖീദ ഉലമാക്കളും ഫുഖഹാക്കളും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഈ നിലയിലുള്ള ഫിത്ന അതിൻ്റെ വാതിൽ അടയ്ക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഇനി തഖ്ലീദിൻ്റെ വ്യത്യസ്ത ദറജകളുണ്ട്. ആ ദറജകൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സുകളിൽ വിവരിക്കാം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.